സ്റ്റാർലിങ്കിന്റെ ഇന്ത്യയിലേക്കുള്ള കടന്നുവരവിൽ നിരവധി ചോദ്യങ്ങളാണ് ഇതിനോടകം തന്നെ ഉയർന്നിരിക്കുന്നത്. ഇലോൺ മസ്കിന്റെ ഉടമസ്ഥയിലുള്ള സ്റ്റാർലിങ്കിന്റെ വരവിനെ ആദ്യം എതിർത്ത കമ്പനികളായ ജിയോയും എയർടെല്ലും ഇതിനകം സ്റ്റാർലിങ്കുമായി കൈകോർത്തു കഴിഞ്ഞു. വിവര സാങ്കേതിക രംഗത്ത് കുതിച്ചുചാട്ടം ഉണ്ടാകുമെങ്കിലും പെട്ടെന്നുള്ള ഈ അനുമതിക്ക് പിന്നിലെ കാരണം എന്താണെന്നാണ് പ്രതിപക്ഷം ഉയർത്തുന്ന പ്രധാനപ്പെട്ട ചോദ്യം. ടെസ്ലയ്ക്ക് പിന്നാലെയാണ് ഇലോൺ മസ്കിന്റെ ഉപഗ്രഹ ഇന്റർനെറ്റ് സേവനദാതാക്കളായ സ്റ്റാർലിങ്കും ഇന്ത്യയിലേക്ക് കടന്നുവരുന്നത്. ടെലികോം കമ്പനികളായ ജിയോയും എയർടെല്ലും ഇതിനകം തന്നെ സ്റ്റാർലിങ്കുമായി കൈകോർത്തു കഴിഞ്ഞു. പ്രവർത്തനാനുമതി ലഭിച്ച 24 മണിക്കൂറിനുള്ളിലാണ് ടെലികോം കമ്പനികൾ സ്റ്റാർലിങ്കുമായി കരാറിൽ ഒപ്പുവെച്ചത്. ഇത് വലിയ രാഷ്ട്രീയ വിവാദത്തിനാണ് തിരികൊളുത്തിയത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള ബന്ധം മെച്ചപ്പെടുത്താനാണ് ഈ നീക്കമെന്നും അതിനുവേണ്ടിയാണ് ടെലികോം കമ്പനികളെ ഉപയോഗിച്ച് സ്റ്റാർലിങ്കുമായി കരാറിൽ ഏർപ്പെട്ടിരിക്കുന്നതെന്നുമാണ് കോൺഗ്രസിന്റെ ആരോപണം. ദേശീയ സുരക്ഷാ ഘട്ടങ്ങളിൽ കണക്ടിവിറ്റി ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനുമുള്ള അധികാരം ആർക്കാണെന്ന ചോദ്യവും ജയറാം രമേശ് ഉയർത്തി. ഇതിനിടെ സ്റ്റാർലിങ്കിനെ ഇന്ത്യയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ടുള്ള ട്വീറ്റ് കേന്ദ്ര IT മന്ത്രി അശ്വിനി വൈഷ്ണവ് ഡിലീറ്റ് ചെയ്തു. മാസങ്ങളോളം നീണ്ട പരിശോധനകൾക്ക് ശേഷമാണ് വിദേശ കമ്പനികൾക്ക് പ്രധാനപ്പെട്ട മേഖലകളിൽ അനുമതികൾ ലഭിക്കുന്നത്. കമ്പനികൾ ഒപ്പുവെച്ച കരാറിലും സർക്കാർ അനുമതി വാങ്ങണമെന്ന വ്യവസ്ഥയുണ്ട്. എന്നാൽ ഈ അനുമതി കിട്ടിയോ എന്ന് വ്യക്തമാക്കാതിരിക്കവെയാണ് അശ്വിനി വൈഷ്ണവ് സ്റ്റാർലിങ്കിനെ സ്വാഗതം ചെയ്തുകൊണ്ട് ട്വീറ്റ് ഇട്ടത്. രാജ്യസുരക്ഷാ വിഷയങ്ങളിൽ അടക്കമുള്ള ഈ വ്യക്തതക്കുറവ് വരും ദിവസങ്ങളിലും പ്രതിഷേധങ്ങൾക്ക് കാരണമായേക്കും. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.